താണ്ട് ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവെന്ന് ചോദിച്ചു. താണ്ട് അതിൻ്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു അങ്ങനെ അങ്ങ് വലിച്ചേരി കളഞ്ഞ്. പുള്ളിയുടെ പുള്ളിയുടെ സാറേ ഇത് കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. എത്രയോ മലയാളികൾ തിന്നുന്ന, കുഞ്ഞുങ്ങൾ തിന്നുന്ന. ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കാവും. ഇവനെയൊക്കെ തൂക്കിക്കയറ്റണം. തൂക്കുമരത്ത് കിടന്നറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ കാണിക്കുന്ന കൃത്രിമ. ഇവനറിയാതെ ഇത് പോത്തിരി സംഭവം. ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം. കാര്യം കണ്ടം നിർത്താൻ ഞാൻ ഏത് കോടതി കയറി പറയാനും ഈ പറഞ്ഞ പോലെ പറയാൻ ഞാൻ നല്ല ചങ്കൂറ്റുണ്ട് എനിക്ക്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് പഴംപൊരി, ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെയുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തുകാർ തന്നെ പറയുന്നത്. കാരണം ഈ പഴംപൊരി എല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ, ഇവിടെ നമുക്ക് മറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ഇവരുടെ ഈ എണ്ണയിൽ, അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു. അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു. അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും. ചേട്ടൻ എന്തായിരുന്നു കണ്ടത്? എനിക്ക് ഓടമുള്ള ഞാൻ മുമ്പേ കുറച്ച് പറഞ്ഞു. എനിക്ക് എഫ്സയിലാണ് ജോലി. എൻ്റെ വീട് മാവേലിക്കരയാണ്. ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതിനകത്ത് അരിപ്പയ്ക്കകത്ത് താത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കിയപ്പം എണ്ണയ്ക്കകത്ത് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ ഉരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് വേറെ 2 യാത്രക്കാരെ വിളിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കേണ്ട ഇത്. ഇവന്മാർ പെട്ടെന്ന് എന്താ പറയുക, ഇത് ഈ എണ്ണ എടുത്ത് കൊണ്ട് കളഞ്ഞവിടെ. ആ എണ്ണ കൊണ്ട് കളഞ്ഞതിൻ്റെ ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ കിടക്കുന്നത്. ഹെൽത്തിനെ വിളിച്ചിട്ടുണ്ട്, പോലീസുകാർ വന്നിട്ടുണ്ട്. പിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം. ഈ പ്ലാസ്റ്റിക് കവർ ഉരുക്കിയാണ് യാത്രക്കാർ മൊത്തം കഴിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവർ ഒന്നുകൂടെ കാണിക്കാവുന്നതാണ്. ഇവിടെ ആണ്, അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ ഇവിടേക്ക് ഒഴിച്ചു മാറ്റുകയും ഈ പ്ലാസ്റ്റിക് കവർ, ഇത് തിളച്ച എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ്, ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് തീർച്ചയായിട്ടും യാത്രക്കാർ ഉപയോഗിക്കുന്നതാണ്. റെയിൽവേയിലെ എല്ലാ യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ സാധനം ഇവിടുന്ന് പുറമെ ഇവർക്കാർക്കും കൊടുക്കത്തില്ല. റെയിൽവേയിലെ കൊണ്ട് കൊടുക്കണം ക്യാൻറ്റീനിൽ. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഈ കമ്പനിയിൽപ്പെട്ട തന്നെയാണ്. ഇങ്ങോട്ട് വന്ന് ഞാൻ അവരെ കൂടെ വിളിച്ച് നോക്കാറുണ്ട്. ഈ സംഭവം എണ്ണയ്ക്കകത്ത് കിടക്കുവാണ്. അതല്ലാണ്ട് സാർ ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോഴിന്ന് വൃത്തിയാക്കിയതാണ്. ഇത് ഞങ്ങൾ കണ്ടോണ്ട് ഇപ്പോൾ ഇവ വെള്ളം തുടച്ചാണ് ഇതിനകമെല്ലാം ക്ലീൻ ചെയ്തത്. താണ്ട് ഇതുപോലെ കിടക്കുമായിരുന്നു ഇതിനകം. താണ്ട് ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവെന്ന് ചോദിച്ചു. താണ്ട് അതിൻ്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു അങ്ങനെ അങ്ങ് വലിച്ചേരി കളഞ്ഞ്. പുള്ളിയുടെ പുകയിലുണ്ട്. അതുപോലെ ആയിക്കോട്ടെ ഡേറ്റ് വെക്കരുത്. അതുകൊണ്ട് സാറേ ഇത് കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. എത്രയോ മലയാളികൾ തിന്നുന്ന, കുഞ്ഞുങ്ങൾ തിന്നുന്ന. ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കാവും. രാവിലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ച് അവിടെ പറയാമോ, സപ്ലൈ ചെയ്യണമെന്ന് പറയണം. വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇവനെയൊക്കെ തൂക്കിക്കയറ്റണം. തൂക്കുമരത്ത് കിടന്നറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ കാണിക്കുന്ന കൃത്രിമ. ഇവനറിയാതെ ഇത് പോത്തിരി സംഭവം. ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം. കാര്യം കണ്ടം നിർത്താൻ ഞാൻ ഏത് കോടതി കയറി പറയാനും ഈ പറഞ്ഞ പോലെ പറയാൻ ഞാൻ നല്ല ചങ്കൂറ്റുണ്ട് എനിക്ക്. അറിയോ ഇവനൊക്കെ തൂക്കിക്കയറ്റണം. ഈ ആഹാരത്തിൽ കാണിച്ചതുകൊണ്ട് പ്രഥമദൃഷ്ട്യാ കണ്ടപ്പോഴത്തേക്ക് ഗുരുതരമായ കുറ്റകൃത്യം ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഗുരുതരമാണ്. ഇത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലേറെ ഗുരുതരമാണ്. ഭക്ഷണ സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ശക്തമായ നടപടി എന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുക്കുന്നതല്ല. നടപടി വാക്കുകളിൽ ഒതുക്കിയോ ശക്തമായ നടപടി എന്നോ വെറുതെ പറഞ്ഞു നിർത്താവുന്നതല്ല. കട ഇപ്പം എന്തായാലും ക്ലോസ് ചെയ്യുമല്ലോ. ലൈസൻസ് കൊണ്ടുവരട്ടെ, ആദ്യം ലൈസൻസ് നോക്കട്ടെ. ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേറെ വ്യവസ്ഥകളാണ്. ഇത് പ്രൂവ്ഡ് ആയിരിക്കണം. ഇത് ഒന്നും അറിയാത്ത റെയിൽവേയിലെ യാത്രക്കാർക്ക് നൽകേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പഴംപൊരിയും ഉഴുന്നുവടയുമാണ് റെയിൽവേ യാത്രക്കാർക്ക് നൽകുന്നതിനായിട്ടുള്ള ഈ പഴംപൊരിയും അതോടൊപ്പമുള്ള ഉഴുന്നുവടയുമാണ്. ഇതിലാണ് ഈ പ്ലാസ്റ്റിക് കവറുകൾ, നമുക്ക് ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ കൂട്ടം വെച്ചിരിക്കുന്നതടക്കം കാണിക്കാവുന്നതാണ്. ഇത് നോക്കൂ,
ഈ പ്ലാസ്റ്റിക് കവറുകൾ ആണ് ഈ എണ്ണയിൽ മുക്കുന്നത്. ഇത് മുക്കി ഉരുക്കി കിട്ടുമ്പോൾ എണ്ണ കൂടുതലായി നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ എണ്ണ വറ്റാതെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയും. എന്തായാലും നാട്ടുകാരടക്കം ഇപ്പോൾ ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അതായത് ഭക്ഷണം ഇവിടുന്ന് പഴംപൊരി ഉഴുന്നുവട ഉണ്ടാക്കി റെയിൽവേയിലെ യാത്രക്കാർക്ക് നൽകുന്നു. അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ചായയും കടിയും കഴിക്കാം. ഇപ്പോൾ ഒന്നൊരു ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ള പേരൊന്നും ഇല്ലാത്ത ഒരു കടയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പുതിയകാവ് അമ്പലത്തിന് മുന്നിലുള്ള ക്രോസ് റോഡിലാണ് ഈ കട പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശിയ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.